ഹായ് നമസ്തേ ഐ എം ധന്യ ഭാസ്കരൻ. കുറച്ച് കാലം മുന്നേ വരെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി രാവിലെ നാട്ടിലേക്ക് അമ്മയെ വിളിക്കും. അമ്മയെ വിളിച്ചിട്ട് ഡെയിലി രാവിലെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ നെഗറ്റീവ്സിനെ പറ്റിയിട്ടും ഫെയിലിയേഴ്സിനെ പറ്റിയിട്ടും എൻ്റെ പ്രോബ്ലംസിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഞാൻ എന്നും രാവിലെ അമ്മയെ വിളിച്ച് സംസാരിക്കും. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും എനിക്കത് പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥത വരില്ല. നമ്മുടെ അടുത്ത് പറയും, അയ്യോ അമ്മ എനിക്ക് ഫുള്ള് ലൈഫിൽ പ്രോബ്ലംസാണ്, എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ നെഗറ്റീവ്സിനെ കൂടുതൽ പോർട്രേ ചെയ്ത് ഞാൻ സംസാരിക്കുമായിരുന്നു നമ്മുടെ അടുത്ത്. ഡെയിലി ഇതൊരു 10-14 ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ ഈ നെഗറ്റീവ് സംസാരം ഇങ്ങനെ സംസാരിച്ച് ഞാൻ ഡെയിലി അതാണ് അമ്മയെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 10-14 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ കേട്ടോണ്ടിരിക്കും, കുറച്ചൊക്കെ കേട്ടോണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ കുട്ടി എനിക്കിവിടെ തിരക്കാണ്, പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ അമ്മ തിരിച്ചൊന്നും പറയാൻ നിൽക്കില്ല. അങ്ങനെ ഒരു 10-14 ദിവസം ഞാൻ ഇതേ കണ്ടിന്യൂ ചെയ്ത സമയത്ത് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് എന്താണെന്ന് അറിയില്ല, രാവിലെ എണീറ്റപ്പോൾ വല്ലാത്ത ബാക്ക് പെയിന്, എനിക്ക് എൻ്റെ ജീവിതം മതിയായി, എനിക്ക് ഇനി ജീവിക്കണം എന്ന് തന്നെ ഇല്ല, എൻ്റെ ജീവിതം മടുത്തു പോയി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, ഫുള്ള് പ്രോബ്ലംസ് ആണല്ലോ, ഫുള്ള് നെഗറ്റീവ്സ് ആണല്ലോ, ദൈവം മൊത്തം നെഗറ്റീവാണ് എൻ്റെ ജീവിതത്തിൽ, എനിക്ക് നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല, അതൊക്കെ ഞാൻ അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്ന് അത് കേട്ടപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് മുതൽ നീ എൻ്റെ അടുത്ത് ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി നീ എന്നെ ഒരിക്കലും ഫോൺ ചെയ്യരുത്, നീ എൻ്റെ അടുത്ത് ഒരിക്കലും നിൻ്റെ നെഗറ്റീവ്സിനെ പറ്റിയിട്ടല്ല സംസാരിക്കേണ്ടത്, യു സ്റ്റാർട്ട് കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ്സ്, നീ നിൻ്റെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ തുടങ്ങും നിൻ്റെ ലൈഫിൽ. നീ ഇന്നൊരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ എന്നെ നെഗറ്റീവ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കില്ല. നീ ഇന്ന് ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് എടുക്കുക, ആ നോട്ട്ബുക്കിൽ നീ നിൻ്റെ ഫെയിലിയേഴ്സും എഴുതുക, നിൻ്റെ ബ്ലെസ്സിങ്സും എഴുതുക. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആയിക്കോട്ടെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഓക്കെ, അപ്പോൾ അമ്മ പറഞ്ഞു ഇത് നീ ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കുക പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്ക് എടുത്തു. ഞാൻ എൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് എടുത്തു, ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് എടുത്തു. ഞാൻ ബ്ലെസ്സിങ്സ് എഴുതാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എനിക്ക് ഒന്നും ബ്ലെസ്സിങ് ആയി തോന്നിയില്ല, ലൈഫിൽ ഒന്നും ബ്ലെസ്സിങ് ആയി തോന്നിയില്ല. അത് നെഗറ്റീവ്സ് എഴുതുമ്പോൾ എനിക്ക് കുറേ നെഗറ്റീവ്സ്, ഐ എം നോട്ട് ഹാവിങ് ദിസ് തിങ്, ഐ എം നോട്ട് ഹാവിങ് ദാറ്റ് തിങ്, ഐ ഹാവ് നോട്ട് അച്ചീവ്ഡ് എനിത്തിങ് സോ ഫാർ, അങ്ങനെ പറഞ്ഞിട്ട് നെഗറ്റീവ്സ് ഒരു 10 കിട്ടി, പോസിറ്റീവ്സ് ഒന്നും കിട്ടണില്ല. അപ്പം ഞാൻ അമ്മയെ വീണ്ടും ഫോൺ ചെയ്തു, അമ്മ എനിക്ക് പോസിറ്റീവ്സ് ഒന്നുമില്ല, അമ്മ ബുക്കിൽ എഴുതാൻ ഒരു പോസിറ്റീവ്സും ഇല്ല, ഞാൻ എഴുതി നോക്കി മൊത്തം മറ്റേ പേജിൽ നെഗറ്റീവ്സിൻ്റെ കോളം 10 എത്തി, 10 എനിക്ക് കിട്ടി, 10 നെഗറ്റീവ്സ് കിട്ടി പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് നല്ല ഫാമിലി ഉണ്ട്, നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്നെ സ്നേഹിക്കാനും നല്ല ഫാമിലി ഉണ്ട്, അത് നിൻ്റെ ഒരു ബ്ലെസ്സിങ് അല്ലേ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ, അതൊരു ബ്ലെസ്സിങ് ആണ്. നിനക്ക് നല്ലൊരു ലവിങ് ഹസ്ബൻഡ് ഉണ്ട്, അത് നിൻ്റെ ഒരു ബ്ലെസ്സിങ് അല്ലേ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതുമാണല്ലോ. നിനക്ക് നല്ല എന്താ പറയുക ആരോഗ്യമുണ്ട്, നിനക്ക് 2 കൈകളുണ്ട്, നല്ല കണ്ണുകളുണ്ട്, നിനക്ക് 3 നേരം കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ലൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം സൗകര്യം, എല്ലാം ലക്ഷറീസ് നീ അനുഭവിക്കുന്നുണ്ട്, ഇതെല്ലാം നിൻ്റെ ബ്ലെസ്സിങ്സ് അല്ലേ, വൈ ആർ യു ഓൾവേസ് കൗണ്ടിങ് യുവർ നെഗറ്റീവ്സ് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, സോ വി ഓൾ ആർ ബ്ലെസ്ഡ് വിത്ത് ലോട്ട് ഓഫ് തിങ്സ് ഇൻ അവർ ലൈഫ് എന്നുള്ളത്. പിന്നീട് ഞാൻ ഇതൊരു ശീലമാക്കി മാറ്റി. ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബ്ലെസ്സിങ്സ് ഒരു പേജിൽ എഴുതും, നെഗറ്റീവ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് മൈ ലൈഫ് ഒരു പേജിൽ എഴുതും. അങ്ങനെ ആദ്യത്തെ ദിവസം 10 പ്രോബ്ലംസാണ് എൻ്റെ ലൈഫിൽ കിട്ടിയത്, വെറും 2 ബ്ലെസ്സിങ്സ് ആണ് എനിക്ക് എഴുതാൻ പറ്റിയത്. പിറ്റത്തെ ദിവസം ആകുമ്പോൾ ബ്ലെസ്സിങ്സിൻ്റെ എണ്ണം ഒരു 4 ബ്ലെസ്സിങ് ആയി, എൻ്റെ പ്രോബ്ലംസിൻ്റെ എണ്ണം കുറച്ച് കുറയാൻ തുടങ്ങി. 10 എന്നുള്ളത് 8 ആയി. എൻ്റെ ലൈഫിൽ അത് എനിക്ക് അത്ര വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല, അപ്പോൾ അത് 8 ആയി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് അങ്ങനെ 3 മാസം ഞാനിത് കണ്ടിന്യൂസ്ലി ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബ്ലെസ്സിങ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ട് ഒരു പേജ് മൊത്തം ബ്ലെസ്സിങ് ആയി. എൻ്റെ നെഗറ്റീവ്സിൻ്റെ എണ്ണം 1-2 എണ്ണത്തിൽ എനിക്ക് ചുരുക്കാൻ കഴിഞ്ഞു. അതായത് നമ്മളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെല്ലാവരും നമ്മളുടെ നെഗറ്റീവിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിനെ പറ്റിയിട്ടാവും ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുക ലൈഫിൽ. ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളിപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അമ്മയെയോ നിങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ സിസ്റ്ററിനെയോ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലെ 10 മിനിറ്റോളം അല്ലെങ്കിൽ 15 മിനിറ്റോളം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ ലൈഫിലെ പ്രോബ്ലങ്ങളെ പറ്റിയിട്ടും നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഫെയിലിയേഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ നെഗറ്റീവ്സിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ആ 15 മിനിറ്റും അവരുടെ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ നൈബേഴ്സിൻ്റെ അടുത്ത് ആയിക്കോട്ടെ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളെ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നെഗറ്റീവ്സ് ആണോ, നിങ്ങളുടെ ലൈഫിലെ നെഗറ്റീവ്സിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്, അതോ നിങ്ങളുടെ ലൈഫിലെ പോസിറ്റീവ്സിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കുക. അതൊരു വളരെ നല്ലൊരു ക്വാളിറ്റി. നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യാൻ
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ അപ്പുറത്തുള്ള പ്രോബ്ലംസ് ഒന്നും അത്രയും വലുതല്ല, എനിക്ക് എന്നേക്കാൾ പ്രോബ്ലംസ് നേരിടുന്ന ആളുകൾ ഉണ്ട് ഈ ലോകത്ത്, എൻ്റെ പ്രോബ്ലംസ് ഒന്നുമല്ല. ഇങ്ങനെ ഡെയിലി രാവിലെ ബ്ലെസ്സിങ്സും ഫെയിലിയേഴ്സും എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഐ ആം ബ്ലെസ്ഡ് വിത്ത് മെനി തിങ്സ് ഇൻ മൈ ലൈഫ് എന്ന്. അതായത് ഓരോ ദിവസം ഇങ്ങനെ എഴുതും തോറും പ്രോബ്ലംസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടും എൻ്റെ ബ്ലെസ്സിങ്സിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് വരുന്നതായിട്ടും എനിക്ക് തന്നെ സ്വയം വിലയിരുത്താനും സ്വയം ബോധ്യപ്പെടാനും കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ്സ് മാത്രമേ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക, ഒരു ഫ്രഷ് മൈൻഡിൽ അല്ലെങ്കിൽ ഫ്രഷ് എയറിൽ പോയിരിക്കുക. രാവിലത്തെ തോട്ട്സ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കുന്ന പറയുക. അപ്പോൾ ഫ്രഷ് എയറിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ബുക്കും പെന്നെടുക്കുക, പെന്നെടുത്തിട്ട് ഒരു പേജിൽ ബ്ലെസ്സിങ്സ് എന്ന് എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഒരു പേജിൽ എഴുതുക. മറു പേജ് എടുക്കുക, മറ്റേ പേജ് എടുത്തിട്ട് അതിൽ ഫെയിലിയേഴ്സ് എന്ന് എഴുതുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ലൈഫ് എന്ന് എഴുതുക. എന്നിട്ട് എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാമാണ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് അതും ഒരു പേജിൽ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരാഴ്ച എഴുതി കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നതിൻ്റെ എണ്ണം കൂടി വരും, കൗണ്ട് കൂടി വരും. ഫെയിലിയേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താനും നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളെ കൂടുതൽ പോസിറ്റീവായി മാറ്റാനും നമ്മുടെ ഉള്ളിൽ ബ്ലെസ്സിങ്സ് നമുക്ക് കൂടുതലാണ് എന്നറിയുമ്പോൾ തന്നെ ബ്ലെസ്സിങ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു കാര്യം ഡെയിലി ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് തന്നെ നിങ്ങളിലെ വ്യത്യാസം മനസ്സിലാകും. നിങ്ങൾ കൂടുതൽ പോസിറ്റീവായ ഒരു വ്യക്തിയായി മാറുകയും കൂടുതൽ കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തിയായി മാറുകയും, അല്ലെങ്കിൽ കൂടുതൽ യു വിൽ ബി മോർ ഹാപ്പിയർ ദാൻ യെസ്റ്റർഡേ, ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് ഹാപ്പിയാണ് എന്ന് നമുക്ക് തന്നെ സ്വയം തോന്നും. ഇങ്ങനെ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ബി താങ്ക്ഫുൾ ഫോർ വാട്ട് എവർ യു ആർ ഹാവിംഗ് ഇൻ യുവർ ലൈഫ്. ലൈഫിൽ നടക്കുന്ന വലിയ കാര്യങ്ങളോടും അതേപോലെ തന്നെ ലൈഫിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളോട് കൂടി നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ താങ്ക്ഫുൾ ആയിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരാൾ താങ്ക്ഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ ഒരാൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, എന്തിനോടെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, താങ്ക്ഫുൾ ആയിരിക്കുക എന്നുള്ളത് ആ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. നമ്മുടെ ആ ക്വാളിറ്റിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയെ നമ്മൾ വികസിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഓൾ ആർ ബ്ലെസ്ഡ് വിത്ത് മെനി തിങ്സ് ഇൻ അവർ ലൈഫ്. അതായത് നമ്മൾ ഇരിക്കുന്ന വീട് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആണ്, അല്ലെ? അത് എത്ര ചെറിയ വീടോ ആയിക്കോട്ടെ, ആ വീട്ടിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ വീടിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ 3 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട്, അത് തന്നെ ഒരു ഗ്രേറ്റ്ഫുൾ ആയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഈ ചെറിയ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളത്തിനും അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിനും ഇരിക്കുന്ന വീടിനും ഒക്കെ എന്തിനാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്, അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കത് പക്ഷേ ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അതേ സമയത്ത് കുടിക്കാൻ വെള്ളമില്ലാത്ത ആളുകളുണ്ട് ഈ ലോകത്ത്, ഇരിക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത അല്ലെങ്കിൽ വഴിയരികിൽ കിടക്കുന്ന ആളുകളുണ്ട്, കുടിക്കാൻ വെള്ളം കിട്ടാത്ത ആളുകളുണ്ട്, 3 നേരം ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ട്, ഇരിക്കാൻ ഒരു നേരത്തെ വീടോ അല്ലെങ്കിൽ മഴയും വെയിലും കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു വലിയ ഗ്രേറ്റ്ഫുൾ ആയ ഒരു സംഭവമാണ്. നമുക്ക് ഇന്ന് ഗ്രേറ്റ്ഫുൾ അല്ല എന്ന് തോന്നുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന പലർക്കും ഗ്രേറ്റ്ഫുൾ ആയ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ലൈഫിലുള്ള ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരാവുക, നമ്മൾ നന്ദി പറയുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് സിംപ്ലി ടേക്കിംഗ് ടൈം ടു തിങ്ക് അബൌട്ട് ഓൾ ദ പോസിറ്റീവ് തിങ്സ് ഇൻ യുവർ ലൈഫ് റാദർ ദാൻ റൂമിനേറ്റിംഗ് ഓൺ നെഗറ്റീവ്സ്. ഇന്ന് മുതൽ നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നമ്മൾ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ നമ്മളെ സ്വയം വിലയിരുത്തുക. അതായത് നമ്മൾ നൈബേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ കൗണ്ട് ചെയ്യുക, നമ്മൾ എത്രമാത്രം പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിനെ പറ്റി സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഓരോ പോസിറ്റീവ്സിനെയും കൗണ്ട് ചെയ്യുക, നമ്മൾ എത്രത്തോളം നെഗറ്റീവ്സ് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ്സ് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. ഓരോ ദിവസവും പോസിറ്റീവ്സിൻ്റെ എണ്ണം കൂട്ടാനും, സംസാരിക്കുമ്പോഴും നമ്മൾ ഫോൺ ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നമ്മുടെ പോസിറ്റീവ്സിൻ്റെ എണ്ണം കൂട്ടാനും നെഗറ്റീവ്സിൻ്റെ എണ്ണം കുറയ്ക്കാനും നമ്മൾ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ചേഞ്ച് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതായത് നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയായി മാറാനും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായി മാറുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഇതൊരു ഭയങ്കര വലിയൊരു സ്ട്രെസ് ബേസ്റ്ററാണ്. നമ്മൾ ഒരു വലിയ പ്രോബ്ലം അപ്പുറത്തുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇത്രയും ബ്ലെസ്ഡ് ആണെന്ന് അറിയുമ്പോൾ ആ പ്രോബ്ലം ഈ ബ്ലെസ്സിങ്ങിൻ്റെ മുന്നിൽ ഒന്നും അല്ലാതെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ എത്രയും ബ്ലെസ്ഡ് ആണ്, നമ്മുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു പീസ്ഫുൾ സ്ലീപ്പ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. സോ ബിഗ് ഓർ സ്മോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബി ഗ്രേറ്റ്ഫുൾ ഫോർ അല്ലെങ്കിൽ ബി താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഹാവ് ഇൻ യുവർ ലൈഫ്, വാട്ട് യു ഗോട്ട് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒരു ശീലമാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ നല്ല സുന്ദരമായ ഈ ജീവിതത്തിനോട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക.
So count your blessings will give you more blessings to count. So I am thankful to everyone, those who are watching this video. So if you find this video was really helpful, please subscribe to my channel and share my videos. Bye. Thank you.